പത്രം വായിക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. ഇവിടുത്തെ ഈ നാണുവേട്ടൻ എന്ത് ചെയ്യാൻ? നാണുക്കുട്ടോ, നീ എവിടെ പോയി കിടക്കാടാ? എടാ എനിക്കൊരു കാലിച്ചായ എങ്കിലും എടുത്തോണ്ട് വാടാ. എത്ര നേരമാടാ ഞാൻ ഇവിടെ പത്രം വായിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. മലയാളി വരുത്ത മലയാളി. ആ എന്നാ മലയാളി ഇതെന്നാടാ കാലി ഗ്ലാസ്? മലയാളി ഞാൻ ചായ ഇട്ടൊഴിക്കുമ്പോഴല്ലേ മലയാളി കാലിക്കാ ചായ എന്ന് പറഞ്ഞത്. ഞാൻ ആ ചായ ഊറ്റി കളഞ്ഞിട്ടല്ല ഈ കാലിക ആക്കി തന്നത്. ഓ, കാലിച്ചായ എന്ന് പറഞ്ഞാലാണ് അവൻ കാലി ഗ്ലാസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ കണക്കിന് എൻ്റെ മുറിയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി കാലിയാക്കാൻ പറയാൻ നന്നായി. അല്ലെങ്കിൽ എൻ്റെ തേക്കിൻ്റെ കട്ടിലും അലമാരിയൊക്കെ ഇവൻ കത്തിച്ച് കളഞ്ഞാനെ. ഇടയ്ക്ക് വന്നടാ. എടാ, നമ്മുടെ ഔട്ട് ഹൗസ് കഴിഞ്ഞ ആഴ്ച വാർക്ക കഴിഞ്ഞപ്പോൾ അതിൻ്റെ പലകയെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് അത് ആണി പറിച്ച് വെക്കണമെന്ന് പറഞ്ഞിട്ട് നീ വെച്ചായിരുന്നത്. ഞാനത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് മലയാളി. അല്ലേ മലയാളി നോക്കിക്കോ, കണ്ടട്ടെ. വിടുക്കണം കേട്ടോ, അവൻ പറഞ്ഞല്ല അതുപോലെ ഉണ്ടോ മലയാളി? എന്നാ എല്ലാ ആണിയുണ്ട്, എല്ലാ ആണിയും. ഈ ആണിയല്ലടാ കരിഞ്ഞു പോഞ്ഞിരിക്കുന്നത് മലയാളി. ആ പലക എല്ലാം കൂടെ ഞാൻ കൂട്ടിയിട്ട് കത്തിച്ചിട്ടല്ലേ ഈ ആണിയെല്ലാം പറിച്ചെടുത്തത്. ഓ, ഇവനെ കൊണ്ടൊക്കെ ഞാൻ തോറ്റു. എടാ, നമ്മുടെ ആ ഗോപാലിന്റെ പറമ്പ് കണ്ടോ? നമ്മുടെ വാഴ നട്ടിരിക്കുന്നു, നമ്മുടെ കപ്പ നട്ടതിന്റെ തൊട്ടപ്പുറത്ത്. അവിടെ കുറച്ച് പണിക്കാർ വന്നിട്ടുണ്ട്. അവന്മാർ ഇങ്ങോട്ട് നോക്കിയിട്ട് ഭയങ്കര ഗൂഢാലോചനയും സംസാരവും എന്തോ പരിപാടിയാണ്. നമ്മുടെ കപ്പ തുരത്താനാണോ എന്നാന്ന് അറിയത്തില്ല. നിന്നോട് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു അതൊന്ന് ശ്രദ്ധിക്കണോന്ന്. അവരുടെ സംസാരം എന്നാ അവര് പറയുന്നെന്ന്. മലയാളി, നീ രഹസ്യമായിട്ട് അത് വല്ലതും ശ്രദ്ധിച്ചായിരുന്നു? മലയാളി പറഞ്ഞ ഏതെങ്കിലും കാര്യം ഞാൻ ചെയ്താണ്ടിരുന്നിട്ടുണ്ടോ? ഇല്ല. ഞാൻ നോക്കി മലയാളി. അവന്മാരെല്ലാം അവിടെ കൂട്ടം കൂടിയിരുന്ന വർത്താനമാ. ഞാൻ രഹസ്യമായിട്ട് പമ്മി പമ്മി പോയി നോക്കി മലയാളി. എല്ലാം കേട്ടു. എന്നിട്ടേ അവര് പറയുവാ. അവരെന്നാ പറയുന്നത് മലയാളി? അവര് മലയാളം പറയുന്നേ. കിഴങ്ങോ മലയാളാന്ന് പറയുന്നത്? എടാ, ഞാനില്ലാത്ത സമയത്ത് എങ്ങാനും ഏലിക്കുട്ടി ഇങ്ങോട്ട് ഫോൺ വിളിക്കാറുണ്ടോ? ലാൻഡ് ഫോണിൽ വല്ലതും? എലിയ ചേച്ചി വിളിച്ചായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു കറണ്ട് ബില്ല് അടയ്ക്കണമെന്ന്. എന്നിട്ട് നീ അടിച്ചായിരുന്നോ? പിന്നെ ഞാൻ അടിച്ചു. എന്നിട്ടാണോ രാവിലെ KSEB എന്നെ വിളിച്ചത്? ബില്ല് ഇതുവരെ അടച്ചിട്ടില്ല, ഇന്ന് അടച്ചില്ലെങ്കിൽ പീസ് ഊരുന്ന് അവരെന്നോട് പറഞ്ഞു. മലയാളി, നീ എവിടെ ചെന്നാ അടിച്ചത്? ഞാൻ നമ്മുടെ സിറ്റൗട്ടിൽ പോയി 2 തവണ കറണ്ട് ബില്ല് അടിച്ചതാ. കറണ്ട് ബില്ല് അടയ്ക്കുന്ന കാര്യമാണോടാ പറഞ്ഞത്? എടാ, നമ്മുടെ KSEB ബില്ല് അടയ്ക്കണമെന്ന്. അതിന് KSEB ചെന്ന് അടച്ചാലേ പറ്റുള്ളൂ. ഇനി ഞാൻ അവിടെ പോയി ബെല്ലടിക്കണം? എടാ, അവിടെ പോയി ബെല്ലടിക്കണ്ട, അവിടെ പോയി ബില്ലടിച്ചാൽ മതി. മലയാളി, എന്നെ എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയരുത്. ഞാനിവിടെ ഇത്ര നാളെ ജോലി ചെയ്യുന്നു. ഒരു അവധി തന്നിട്ടുണ്ടോ? എനിക്ക് 2 ദിവസം അവധി തരണം. എനിക്ക് ഇപ്പൊ എന്റെ വീട്ടിൽ പോകണം. ഇപ്പൊ നിനക്ക് വീട്ടിൽ ചെന്നിട്ട് ഇപ്പൊ അത്യാവശ്യം ഇപ്പൊ അർജന്റ് തന്നെ. മലയാളി, എന്റെ ഓമനെ പ്രസവിച്ചു. എനിക്കൊന്ന് പോയി കാണണ്ടേ മലയാളി? വെരി ഗുഡ്. കൺക്ലൂഡാലാഷൻ. അങ്ങനെയാണോ? കൺക്ലൂഡാലാഷൻ എന്നാ അങ്ങനെ? ആദ്യത്തെയാണോ? അല്ല, രണ്ടാമത്തെ. നീ 2-3 വർഷമായാലും ഇവിടെ എൻ്റെ കൂടെ നിൽക്കാൻ തുടങ്ങി. അത് എങ്ങനെ സംഭവിച്ചു? അത് എപ്പോ സംഭവിച്ചു? എങ്ങനെ സാധിച്ചു? അത് കുത്തിവെപ്പെടുത്താ മലയാളി. കാലത്തിന്റെ ഒക്കെ ഓരോ പോക്കെ. ഇവൻ ഇവിടെ ഇരുന്ന് കുത്തിവെച്ചെന്നു. മലയാളി, ഡോക്ടർ വന്ന് കുത്തിവെച്ചതാ ഞങ്ങളുടെ ഓമന പശുവിനെ. പശുവിന്റെ പേരാണോ ഓമനെന്ന്? പശുവിന്റെ ഒക്കെ ഓരോ ഭാഗ്യേ ഓമനെന്ന് പേരുള്ള പശു. മലയാളി, എന്നാലേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അടുത്ത തിങ്കളാഴ്ചയുടെ പ്രാധാന്യം മലയാളിക്കറിയാം? ഇല്ല, എനിക്കറിയത്തില്ലല്ലോടാ. എന്നാലേ മൊലാലിയുടെ അമ്മയുടെ ഓർമ്മ ദിവസം അത് ഞാൻ ഓർത്തിരിപ്പുണ്ട്. നീ ഓർത്ത് നന്നായി, ഞാനത് മറന്നുപോയായിരുന്നു. എന്നാലേ ഞാൻ അന്നേരം മൊലാലിക്ക് തരാൻ വേണ്ടി ഒരു സർപ്രൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നതാടാ എനിക്ക് വേണ്ടി നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇപ്പൊ എല്ലാരും ഈ പ്രത്യേക ദിവസങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ, ബർത്ത്ഡേക്കൊക്കെ ആ ചായപാത്രത്തിലൊക്കെ ഇങ്ങനെ ഓരോ പടം ഉണ്ടാക്കി. നമ്മുടെ പടം കയറ്റും. പിന്നെ ഈ കുപ്പിയുടെ വെള്ളത്തിനകത്ത് ആനക്കുട്ടി, കുതിരക്കുട്ടി, ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കത്തില്ലേ? കൊടുക്കാൻ പോയ ഭയങ്കര റേറ്റ് ആയി. അത് പറ. എന്നിട്ട് മൊലാളിക്ക് തരാൻ വേണ്ടി ഞാൻ കുപ്പിയുടെ വെള്ളത്തിനകത്ത് ഒരു പടം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനത് കാണിക്കട്ടെ? കാണിച്ചിട്ടോ? എടുത്തോണ്ടോ? ഇത് കണ്ട മൊലാളി? എന്റെ അമ്മ മരിച്ചു പോയിട്ട് 25,000 രൂപ കൊടുത്തിട്ട് ഞാൻ ഓയിൽ പെയിന്റ് ചെയ്ത് വെച്ച ഫോട്ടോ തല്ലിപ്പൊട്ടിച്ച് കുപ്പിക്കകത്ത് കയറ്റി വെച്ചിരിക്കുക. ഈ കണക്കിന് നീ എന്നെ എപ്പോഴാടാ കുപ്പിക്കകത്ത് കയറ്റുന്നത്? മലയാളി, നമ്മുടെ ടോണിപ്പട്ടി എന്തിയാടാ? എൻ്റെ ജർമ്മൻ ഷെപ്പേർഡ് 1.5 ലക്ഷം രൂപ വില മതിക്കുന്ന എൻ്റെ പട്ടിയെ കുളിപ്പിച്ച് അതിന് ബിസ്ക്കറ്റും കൊടുത്ത് അതിനെ പൂട്ടി കിടണമെന്ന് പറഞ്ഞിട്ട് ഇത്ര നേരമായിട്ട് ആ പട്ടിയുടെ ഒച്ചയും ബഹളോ ഒരു കുര പോലും ഞാൻ കേൾക്കുന്നില്ല. എവിടെയാ പട്ടി? എൻ്റെ മോലാളിയുടെ ശത്രുവല്ലേ വേലുക്കുട്ടി? അതെ. അവനുണ്ടല്ലോ, അവന്റെ വീട്ടിൽ കുറെ ആൾക്കാർ വിരുന്ന് വന്നിട്ടുണ്ട്. ഞാൻ പോയി നോക്കുമ്പോഴേ അവരെല്ലാവരും വന്ന മോലാളിയുടെ കിണറ്റൻകരയിലാണ് അലക്ക, കുളി, എല്ലാം കൂടെ കൂട്ടി. എനിക്ക് കണ്ടിട്ട് സഹിക്കോ മോലാളി? ഞാൻ നമ്മുടെ ടോണിക്കുട്ടിയെ തുടലിന്ന് അഴിച്ചുകൊണ്ട് ഞാൻ വന്നു. അഴിച്ചിട്ട് അവരെ ഓടിച്ചിട്ട് ഓടിച്ചു കാണും ഇവിടുന്നല്ലേ? അല്ല മോലാളി, ഞാൻ നമ്മുടെ ടോണിക്കുട്ടിയെ കിണറ്റിലേക്ക് എടുത്തിട്ടു. അവര് വെള്ളം കുടിക്കുന്നത് എനിക്കൊന്ന് കാണണം. എന്റെ ടോണി